ഹലോ എവരിവൺ, ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടും ഒരു പ്രത്യേകം നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ ഈ ചാനൽ വളരെ ഇഴഞ്ഞഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ചാനലാണ്. എന്നിട്ടാലും കയറത്തില്ല, ഒന്നുമില്ലാതിരുന്നൊരു സമയത്ത് എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ക്രൈറ്റീരിയാസ് ഒക്കെ കടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊരു വളർച്ച ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. വളരെ അലസമായിട്ടൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷേ എന്നെ ശ്രവിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും അവരോടൊക്കെ ആയിട്ടുള്ള ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഇനിയും ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇപ്പം നന്ദി പറയാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ 600-700 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ലാലേട്ടൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഒരു ഷോർട്സ് ആയിട്ടൊരു വീഡിയോ ഇട്ടു. എന്തോ കാര്യം കൊണ്ട് കോപ്പിറൈറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അപ്പം ആ ലാലേട്ടനോടുള്ള സ്നേഹത്തെ പ്രതി ഒരുപാട് ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബേഴ്സായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു കടക്കേണ്ടതുണ്ടായിരുന്നു. 1000 കടന്ന് 1500 കടന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു വീഡിയോസൊക്കെ ഇടുന്നത് ഒരു 1,00,000 അല്ലെങ്കിൽ ഒരു പ്ലേ ബട്ടൺ കിട്ടുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് എനിക്ക് നമ്മൾ ഈ കുന്നോളം സ്വപ്നം കണ്ടാൽ മാത്രമേ കുന്നിക്കുരുവോളം എങ്കിലും കിട്ടുള്ളൂ എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എനിക്കും കിട്ടിയ ഒരു മഞ്ചാടിക്കുരു. ആ ഒരു വലുപ്പത്തിലാണേലും എൻ്റെ ഒരു കടമ്പയും കൂടെ ഞാൻ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് കടമ്പകളുണ്ട്. കാരണം മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ പറയുന്നൊരു വാച്ച് അവേഴ്സ് ഉണ്ട്. 4000 മണിക്കൂർ വീഡിയോസ് ആൾക്കാർ കാണണം. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇട്ട് 10 മില്യണിന് മേളിൽ പോകണം. അതൊരു വലിയ എന്താ പറയുന്നത്, ഒരുപാട് വലിയ കടമ്പയാണ്. ഒത്തിരി വലിയ ഡിസ്റ്റൻസ് പോകേണ്ടതുണ്ട്. കാരണം ഞാനിടുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഞാനിടുന്ന കണ്ടൻറ്റൊക്കെ അത്ര നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻ്റ് അല്ല. എനിക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ഓരോ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞ് തരുന്നതാണ്. ഒരു വലിയ ബുക്ക് നോക്കി പഠിച്ചിട്ട് അതുപോലെ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയുമ്പോൾ പല സമയങ്ങളിലും സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമ്പറിങ് ഇതുപോലെ വിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഐ കോണ്ടാക്ട് ശരിയല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ക്യാമറേനെ ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഒത്തിരി പാടുള്ളൊരു മനുഷ്യനായിരുന്നു. ആദ്യകാല വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ തല വെട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ക്യാമറ നോക്കും, ഒന്ന് ഇങ്ങനെ വെട്ടിക്കും, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ തരണം ചെയ്ത് ഞാനിപ്പം ഏകദേശം ഞാനൊരു ഐ കോണ്ടാക്ട് കൊടുക്കാനുള്ള പരുവത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ശക്തി തന്നിരിക്കുന്നത്, ഒന്നാമത്തേത് എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കുക്കിംഗ് വീഡിയോ ഇടാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. മാത്രമല്ല ഈ ചാനലിൽ എന്തൊക്കെ വീഡിയോസാണ് ഇടുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു കണ്ടൻറ്റിനെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക കോണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തല്ല പോകുന്നത്. ഇതിലെല്ലാം ഉണ്ട്. അവയിൽ പോലെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അന്നേരം അപ്ലോഡ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ വിമർശനങ്ങളുണ്ടാകും, സിനിമ റിവ്യൂ ഉണ്ടാകും, അതുപോലെ തന്നെ ഫുഡിൻ്റെ വീഡിയോ ഉണ്ടാകും, ട്രാവൽ വീഡിയോ ഉണ്ടാകും, പിന്നെ കൂട്ടുകാരുടെ കൂടെ പോകുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ വെറുതെ ബോറടിച്ചിരിക്കുമ്പോഴാണ് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ എന്തായാലും എനിക്കിപ്പം ഇങ്ങനെ ഒരു വീഡിയോയും ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങി ഒരു 6-7 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് ഒരു കാര്യം. പിന്നെ എനിക്ക് തന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് ഇടാനായിട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ ആ ലെവലിൽ എത്തുമോ എന്നുള്ള ഒരു ഇതുമില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പതുക്കെ എല്ലാവരും വലിയ ബുള്ളറ്റ് ട്രെയിൻ പോലെ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒച്ച ചെയ്യുന്ന പോലെയാണല്ലോ എഴഞ്ഞ് അങ്ങ് എത്തുന്നുണ്ട്. പിന്നെ വേണ്ടത് ആൾക്കാരുടെ സപ്പോർട്ടാണ്. ഈ ചാനൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ട് വേണം, ആൾക്കാർ കാണണം. അങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ രക്ഷപ്പെടുള്ളൂ എന്നറിയാം. അപ്പം പരമാവധി ഞാൻ കഴിയുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇടും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ട്രൈപോഡ് ഉണ്ട്. അത് ഞാൻ ഈ ഫ്ലിപ്കാർട്ട് വഴി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ട്രൈപോഡാണ്. അതിലാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. നേരത്തെ ഞാനിങ്ങനെ കയ്യിൽ ഫോൺ പിടിച്ച് അതിൽ നോക്കി, അപ്പോൾ ഐ കോണ്ടാക്ട് അവിടെ ഇവിടെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫോൺ വെക്കാൻ പറ്റുന്നുണ്ട്. ഐ കോണ്ടാക്ട് ഞാൻ പരമാവധി തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് പിന്നെ യൂസ് ചെയ്യുന്ന ഫോണ് ഒപ്പോയുടെ Reno 7 Pro ആണ്. അത് ഇപ്പോൾ ഏകദേശം എടുത്തിട്ട് 2 വർഷമായി. അത്യാവശ്യം മെമ്മറിയും അത്യാവശ്യം ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലിയ ഹൈ സംഭവം എന്ന് പറയുന്നില്ല, എങ്കിൽ പോലും
എനിക്ക് തൃപ്തി തരുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോസ് ഇടുന്നത്. അപ്പം എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പം ഞാൻ അത്രയ്ക്ക് പ്രൊഫഷണലൊന്നുമല്ല, വളരെ സാധാരണ രീതിയിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് പെട്ടെന്നൊരു ഹൈക്ക് ഉണ്ടായത് ഒരു 800 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഒറ്റയടിക്ക് എനിക്ക് കയറിയത്. അതായത് 600-700 റേഞ്ച് നിന്നിരുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1500 മുകളിലേക്ക് എത്തണമെങ്കിൽ അതിൽ ഒരു മനുഷ്യൻ്റെ അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, മോഹൻലാലാണ്, നമ്മുടെ ലാലേട്ടൻ്റെ ഒരൊറ്റ വീഡിയോയിലാണ് ആ ഒരു മനുഷ്യൻ്റെ ബ്രാൻഡിൽ, ആ ഒരു ഒറ്റ ബ്രാൻഡിലാണ് എനിക്ക് ഈ 800 സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയത്. വാച്ചവേഴ്സ് ആകേണ്ടതുണ്ട്, പക്ഷേ സാരമില്ല, അത് പതുക്കെ ആയിക്കോളും എന്നറിയാം. പക്ഷേ എന്നാലും ആ ഒരു ബ്രാൻഡിൽ തന്നെ ഇത്രയും വ്യൂസും ഇത്രയും സബ്സ്ക്രൈബേഴ്സും കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെറിയ ഏറ്റവുമൊന്നുമല്ല. ഞാൻ പറയുമ്പോൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം അങ്ങേര് മഹാനായ ഒരു നടനാണ്, പുള്ളിക്കൊരു അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അത് എനിക്ക് കൃത്യമായിട്ട് ഒരൊറ്റ വീഡിയോയിൽ മനസ്സിലായി. ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടരും എന്ന സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നന്നായി എന്ന് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറേ സ്ലീപ്പിംഗ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. സ്ലീപ്പിംഗ് ഫാൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ആ സിനിമ ഹിറ്റായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇരുന്ന പ്രായമായ അമ്മച്ചിമാർ വരെ വന്ന് ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനോടുള്ളൊരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കൊന്നും ഉണ്ട്. ആ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു ശകലം എനിക്കും കിട്ടി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചാനലിൽ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടി. ഇനിയും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരെ പോലെ അത്ര വലിയ ഫാസ്റ്റായിട്ടൊന്നും ആയിരിക്കുമല്ല പോകുന്നത്, വളരെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. എനിക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട് എൻ്റെ ഈ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേകം ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഇത്രയൊക്കെ ആയി, 1500 സബ്സ്ക്രൈബേഴ്സായി, 1500 മേളിലായിട്ടുണ്ട്. പിന്നെ ബാക്കി വ്യൂസ്, വാച്ചവേഴ്സ് അതെങ്ങനെയൊക്കെ കയറി പോക്കോളും, കുഴപ്പമില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഇട്ടോളാം. ഞാൻ മറ്റു ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടത്തിൽ തന്നെ പരമാവധി ക്വാളിറ്റിയുള്ള വീഡിയോസ് ഞാൻ ഇറക്കാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ കൂടത്തിൽ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി. വീഡിയോസ് ഇനിയും കാണുക. എന്തെങ്കിലുമൊക്കെ തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങളുടെ കമൻസ് വഴിയും അല്ലാതെയൊക്കെ. നേരിട്ട് അറിയാവുന്നവരാണ് കുറേ പേരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ അങ്ങനെയുള്ളത്. പിന്നെ അല്ലാണ്ട് വന്നതാണ് നമ്മൾ പറഞ്ഞ ഇപ്പോൾ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നത്. എന്നിരുന്നാലും എന്തെങ്കിലും രീതിയിൽ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, കമൻ്റായിട്ടും ഒക്കെ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പം കൂടത്തിൽ നിന്ന് എല്ലാവരോടും ഇനിയും ഒത്തിരി നന്ദി പറയുന്നു. മാത്രമല്ല ഇനിയും വീഡിയോ കാണുക, ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പേര് കണ്ടാലേ ഉള്ളൂ അതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ബെനിഫിറ്റൊക്കെ ആണെങ്കിൽ നല്ല സമയം പിടിക്കും, എന്നാലും ഓരോരുത്തരുടെ ലക്കാണ്. എൻ്റെ ലക്ക് എന്നാ ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. കൊടുത്തു നിന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. താങ്ക് യു.